നമസ്കാരം. വടകര ലിറ്റിൽ ഫ്ലവർ LP സ്കൂളിലെ 93ാമത് വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. പാലാ എഡ്യൂക്കേഷണൽ ഏജൻസി സെക്രട്ടറി ബർക്കുമാൻസ് കുന്നുംപുറം ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തയിലേക്ക്. ഇന്ന് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു സുദിനമാണ്. നമ്മുടെ സ്കൂളിന്റെ 93ാമത് വാർഷികവും നീണ്ട 33 വർഷത്തെ സുദീർഘമായ സേവനത്തിന് ശേഷം ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന ശ്രീമതി മേരി ടീച്ചറുടെ യാത്രയയപ്പും സംയുക്തമായി ഈ വേദിയിൽ നിന്ന് അരങ്ങേറുകയാണ്. ഇന്ന് ഈ മീറ്റിംഗിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നമ്മുടെ സ്കൂളിന്റെ മാനേജരും വടകര കത്തോലിക്ക പള്ളി വികാരിയുമായ റവറൻഡ് ഫാദർ ജോൺ പുതിയാമറ്റ മത്സരാണ്. ആഴമായ പ്രാർത്ഥനാ ചൈതന്യവും വിശുദ്ധിയും വിജ്ഞാനവും ഒത്തിണങ്ങിയ നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് അച്ഛൻ. സ്കൂളിന്റെ ഏത് ആവശ്യങ്ങളിലും തന്റെ സാന്നിധ്യവും പ്രോത്സാഹനവും സഹായ സഹകരണങ്ങളും നൽകി ഈ സ്കൂളിന്റെ ഉന്നതിക്ക് വേണ്ടി അച്ഛൻ പരിശ്രമിക്കുന്നു. തന്റെ ജീവിത വിജയം നേടിയെടുക്കുവാനായിട്ടുള്ള പരിശ്രമത്തെക്കാൾ ഉപരി താൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല ജീവിത വിജയം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ടീച്ചർ തന്റെ സേവനം നിർവഹിക്കുന്നത്. ഈ കാലയളവിലെങ്ങും പാലാരൂപതയുടെ കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയിൽ ടീച്ചറിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാനിടയാകാത്ത വിധത്തിൽ ഇവിടുത്തെ പ്രവർത്തനങ്ങളിലെല്ലാം സജീവമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ അതല്ലെങ്കിൽ സ്കൂളിന് ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ സാധാരണഗതിയിൽ ആരെങ്കിലും അവിടെ റിപ്പോർട്ട് ചെയ്യുകയും സ്ഥലം മാറ്റണമോ അതല്ലെങ്കിൽ സ്ഥലം മാറ്റം ചോദിക്കുന്ന രീതികളോ ഇതൊന്നും ഈ കാലയളവിൽ ഉണ്ടായിരുന്നില്ല. 33 വർഷത്തെ അധ്യാപന ജീവിതത്തിൽ 29 വർഷവും നിസ്വാർത്ഥമായ ഒരു സേവന ചരിത്രമാണ് ടീച്ചർ രചിച്ചിരിക്കുന്നത്. സ്കൂളിനോടനുബന്ധിച്ച് കായിക കലാ പരിപാടികൾ മത്സരങ്ങൾ കൂടെ നടത്തുന്നു. അതിലൂടെ ഒത്തിരി നല്ല കാര്യങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കാനായിട്ട് കഴിയും. കലയിലൂടെ കളികളിലൂടെ അങ്ങനെ നല്ല ആശയങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പഞ്ചതന്ത്രം അതേപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കില്ല. വിഷ്ണു ശർമ്മയാണ് പഞ്ചതന്ത്രം കഥകളുടെ രചയിതാവ്. ഒരിക്കലും ഒരു രാജാവിന് കുറേ മക്കളുണ്ടായിരുന്നു. അവർ പഠനത്തിൽ വളരെ പിന്നോക്കമായിരുന്നു, ബുദ്ധിപോയി പോരായ്മയുള്ളവരായിരുന്നു. എന്നാൽ പലരും നോക്കിയിട്ടും അവരെ പ്രബുദ്ധരാക്കാനായിട്ട് അവർക്ക് പാണ്ഡിത്യം നൽകാനായിട്ട് വിധി നൽകാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ രാജാവ് അന്വേഷണം നടത്തി ഒരു പണ്ഡിതൻ തന്നെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാനായിട്ട് വന്നു. അദ്ദേഹം കഥകളിലൂടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. നമ്മുടെ ഇന്നത്തെ രാജ്യത്തിന്റെ അവസ്ഥയെപ്പറ്റി ബഹുമാനപ്പെട്ട അച്ഛൻ ഇവിടെ സൂചിപ്പിച്ചു. സ്വാതന്ത്ര്യത്തിന് മുൻപും സ്വാതന്ത്ര്യത്തിന് ശേഷം അനേക വർഷങ്ങളും കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹ്യ അന്തരീക്ഷത്തെ പറ്റി നിങ്ങൾ വായിച്ചെങ്കിലും അറിഞ്ഞിരിക്കും. പിന്നോക്ക ജാതിക്കാർക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് സാഹചര്യമില്ലാത്തൊരു നാട്, പിന്നോക്ക ജാതിയിൽപ്പെട്ട ആൾ അക്ഷരം പഠിച്ചാൽ ചെവിയിൽ ഈയം ഒഴുക്കിയിടുന്ന നാട്. ഞാൻ പിന്നോക്ക ജാതിക്കാരനാണെന്ന് ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി കല്ലുമാല ധരിച്ചിരുന്ന ഒരു നാട്. സനാതനമായ ജീവിത മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ജീവിത ദർശനം തലമുറകൾക്ക് നൽകുന്നതിൽ ആത്മാർത്ഥമായി സഹകരിക്കുന്ന ലിറ്റിൽ ഫ്ലവർ LP സ്കൂൾ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുകയാണ്. മാന്യരെ, വടകര ഗ്രാമത്തിന്റെ അഭിമാന സ്തംഭവും വിജ്ഞാന കേന്ദ്രവുമായി നിലകൊള്ളുന്ന ലിറ്റിൽ ഫ്ലവർ LP സ്കൂൾ അനുഗ്രഹപ്രദമായ ഒരു അധ്യയന വർഷം കൂടി പിന്നിടുകയാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് നമ്മുടെ പൂർവികരെ ഞാൻ സ്മരിക്കുകയാണ്. ആ ഒരു കാലഘട്ടങ്ങളിൽ ഇതുപോലെ ഒരു സ്കൂൾ ഇവിടെ തുടങ്ങുവാൻ അന്ന് ഈ മേഖലയിലുള്ളവർക്ക് വിദ്യാഭ്യാസത്തിന് ഒരവസരം ശ്രമിച്ച പൂർവികരെ സ്മരിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ മുഖ്യ ആകർഷണം നമ്മുടെ ഈ സർവീസിൽ നിന്ന് വിരമിക്കുന്ന ശ്രീമതി മേരി ടീച്ചറാണ്. ടീച്ചറെ എല്ലാവരും മുൻപ് പ്രസംഗിച്ച് സൂചിപ്പിച്ചു. 1ാം ക്ലാസ്സിൽ നീണ്ട 29 വർഷക്കാലം പഠിപ്പിച്ച അധ്യാപികയാണ്. തീർച്ചയായിട്ടും പ്രൈമറി പഠിപ്പിക്കുകയാണ് ഏറ്റവും ബുദ്ധിമുട്ടേറിയത്. നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്തിയ സാറ് പറഞ്ഞു, 1ാം ക്ലാസ്സിലെ കുട്ടികളെ ഓരോ കാര്യങ്ങളും മൂത്രമൊഴിക്കാൻ പോലും പഠിപ്പിക്കേണ്ട ആ ഒരു ടീച്ചറുടെ ബുദ്ധിമുട്ടുകളെ ഞാൻ ഓർക്കുകയാണ്. ടീച്ചർക്ക് ഭാവിയിലേക്ക് എല്ലാവരും നന്മകളും നേരുന്നു. നമ്മുടെ 93ാമത് ഈ വാർഷികം ആഘോഷിക്കുമ്പോൾ ഞാനൊരു 50 വർഷം പുറകോട്ട് ചിന്തിച്ചു പോവുകയാണ്. ഇവിടെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നിയത് ഞങ്ങളുടെ ആ ചെറുപ്രായത്തിൽ നമ്മുടെ കാരണന്മാർ കൈപിടിച്ച് ഇവിടെ കൊണ്ടുവിടുമ്പോൾ ഈ സ്കൂള് വളരെ ദയനീയമായിരുന്നു. കാരണം ഞങ്ങളിവിടെ വരുമ്പോൾ 50 വർഷം പുറത്തെ കാര്യമാണ് പറയുന്നത്.
ഞങ്ങൾ വരുമ്പോൾ കുട്ടികളെല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു പോകണം എന്നുള്ള ഒരു ആഗ്രഹമാണ് അന്ന് കുട്ടികൾക്കില്ല. അതൊരു ഓണം ആകുമ്പോഴത്തേക്കും ഒരു ചെറിയ അടുപ്പമൊക്കെ ആവും, ക്രിസ്മസ് ആകുമ്പോൾ ഒരു കുറച്ചുകൂടി അടുപ്പമാവും. പക്ഷെ നമ്മുടെ ഈ സ്കൂൾ വാർഷികം ആഘോഷിക്കുമ്പോൾ പിന്നെ നമുക്ക് ആ ചിന്തയൊക്കെ മാറി ഒരു കൂട്ടുകെട്ട് എന്നുള്ള രീതിയിലേക്ക് വരും. അപ്പോൾ ഞാൻ പറഞ്ഞത് 1-ാം ക്ലാസ്സാണ് അതിൻ്റെ അടിസ്ഥാനം. അപ്പം നമ്മളൊക്കെ പൊതുരംഗത്ത് നിൽക്കുന്നതുകൊണ്ട് നമുക്കറിയാം 1 മുതൽ ഏതാണ്ട് 9-ാം ക്ലാസ് വരെയാണ് നമ്മുടെ മക്കളെ പിടിച്ച് കിട്ടിയത്. നമുക്ക് ഒത്തിരി അനുഭവങ്ങളൊക്കെ നമുക്കറിയാം. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ അവരുടെ അമ്മമാരെ കൊണ്ട് വളരെ സന്തോഷം. കാരണം ഇത്രയും ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ താല്പര്യം കാണിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥവത്തായ കാര്യം. എന്നെ ഇക്കാലം അത്രയും കാത്തു പരിപാലിച്ച് സന്തോഷകരമായ ഈ നിമിഷം നൽകിയതിനെ ഓർത്ത് നല്ലവനായ ദൈവത്തിന് ആദ്യമേ നന്ദി പറയുന്നു. 1989 മുതൽ പാലാ രൂപതയുടെ കീഴിലുള്ള വിവിധ സ്കൂളുകളിലായി ഞാൻ ജോലി ചെയ്യുന്നു. 1994 ജൂൺ 6-ാം തീയതിയാണ് കുട്ടികൾ സ്കൂളിൽ നിന്നും ട്രാൻസ്ഫറായി ഇവിടെ എത്തിയത്. അതിനുശേഷം കഴിഞ്ഞ 29 വർഷക്കാലം പാലാ രൂപതയിലെയും കൂത്താട്ടുകുളം സബ് ജില്ലയിലെയും മികച്ച സ്കൂളുകളിൽ ഒന്നായ വടകര ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ അധ്യാപനം നടത്തുവാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു.
കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കൂത്താട്ടോളം നമുക്ക് വീണ്ടും കാണാം. ലൈവ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കൂത്താട്ടോളത്തുനിന്ന് ലോട്ടസ്.